ഹലോ ഗായ്സ്, സീരീസിന്റെ 20ാമത്തെ എപ്പിസോഡിലാണ് സാധാ. അപ്പൊ ഇന്നത്തെ ഇവിടുന്ന് വെച്ചാൽ അപ്പൊ ഗൈസ് നിങ്ങൾ എന്റെ സ്കിന്ന് കണ്ടു കാണും. എനിക്ക് ഇപ്പൊ സ്കിന്നില്ല ഗൈസ്. ഞാനിപ്പോ ഐറസിലിട്ടാണ് കളിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് സ്കിന്ന് കിട്ടുന്നില്ല. ഞാൻ അടുത്ത എപ്പിസോഡ് ശരിയാക്കുന്നതായിരിക്കും. സ്കിന്നില്ല, നമുക്ക് മൈൻക്രാഫ്റ്റിലേക്ക് ഒരു ഇത് കാണത്തില്ല ഗൈസ്, അതാണ് എന്റെ ഒരു ഇത്. അപ്പൊ ഗൈസ് അത് തന്നെ. അപ്പൊ നമ്മളെ ഇന്ന് നമ്മുടെ വില്ലേജിലല്ല വർക്ക് ചെയ്യാൻ പോകുന്നത്, പകരം നമുക്ക് നമ്മുടെ ബേസിലാണ് നമുക്ക് കുറച്ച് പണിയുള്ളത്. നിങ്ങൾ തമ്മനെ കണ്ടുപോലെ നമ്മൾ ഇന്നൊരു കസ്റ്റം പോണ്ട് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ഗൈസ് പോണ്ട് നമ്മുടെ ഏകദേശം ഈ ഒരു ഭാഗത്തേക്കായിരിക്കും വരുന്നത്. അപ്പൊ ഞാൻ ഇത്ര അവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് നോക്കുവാണെങ്കിൽ പോണ്ട് ഉണ്ടാക്കാൻ കുറച്ച് റിസോഴ്സസ് നമുക്ക് ആവശ്യം വരും. അപ്പൊ നമുക്ക് അതൊന്ന് എടുത്തിട്ട് വരാം. അപ്പോൾ ഗൈസ് നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു 3 സ്റ്റാക്ക് സാൻഡ് എടുത്തിട്ടുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ നമ്മൾ കുറച്ച് ബോൺവീൽ എടുത്തേക്കാം. ഗൈസ് നമുക്ക് വേണ്ട ബോൺവീൽ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നോക്കിയിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ലൈറ്റ് കൊണ്ടുവരാൻ ഞാൻ അത് ബാക്കി എനിക്ക് വേണ്ടപ്പോൾ എടുത്തോളാം. ഇപ്പം എനിക്ക് ഇത്ര സാധനങ്ങൾ വേണ്ട. അതിൻ്റെ അകത്ത് ഞാൻ മറ്റേ പിക്കിളൊന്നും എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല ഗൈസ്, അതുകൊണ്ട് തന്നെ ഞാൻ പിക്കിളുള്ളതൊക്കെ കണ്ടുപിടിച്ചിട്ട് ഞാനത് വെച്ചോളാം. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് മൈൻക്രാഫ്റ്റിൽ പോൺ ഉണ്ടാക്കാൻ അറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ്. നിങ്ങളിങ്ങനെ നിൽക്കുക, എന്നിട്ട് ഇങ്ങനെ ഒരു വലിയൊരു കുഴി കുഴിച്ചിടുക. നിങ്ങളുടെ ഇഷ്ടത്തിന് ഇങ്ങനെ കുഴിച്ചിടുക. ചുമ്മാ സ്പാം ചെയ്തിട്ടാൽ മതി ഗൈസ്, നിങ്ങളൊരു ഇത് നോക്കണ്ട. അപ്പോൾ ഇങ്ങനെ കുഴിച്ചിട്ട് ഇട്ടാൽ മതി. ഇതൊരു കുളം പോലെ, ഒരു പോണ്ട് പോലെ ഏകദേശമൊക്കെ കിട്ടും. അപ്പം നമ്മൾ ലെവലൊന്നും നോക്കി ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെയൊക്കെ ഇങ്ങനെ അങ്ങ് ചുമ്മാ സ്പാം ചെയ്ത ഗൈസ്. അപ്പോൾ ഗൈസ് ഇത്രയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് അടുത്ത ലെയറായിട്ട് കുഴിക്കണം ഗൈസ്. ഒരു ലെയർ നിർത്തിയിട്ട് നമുക്ക് അടുത്തൊരു ലെയർ കുഴിക്കണം. ഇവിടെ രണ്ടാമത്തെ ലെയർ നമ്മൾ കുഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മൂന്നാമത്തെ ലെയറിനോട് കുഴിക്കാം. അപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പം ഒരു ബ്ലോക്ക് നിർത്തി കുഴിക്കണം. അപ്പോൾ ഗൈസ് ഇങ്ങനെയാണ് അത് കുഴിക്കേണ്ടത്. ഗൈസ് നമ്മൾ ഇത്ര സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ബ്ലോക്ക് കൂടെ നമുക്ക് താട്ട് വേണം, എന്നാലും അതിൻ്റെ ഒരു ഇത് കിട്ടത്തുള്ളൂ ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് ഇതിങ്ങനെ സ്പാം ചെയ്ത് വിട്ടാൽ മതി, നമ്മളൊന്നും നോക്കണ്ട. അപ്പോൾ ഗൈസ് നോക്കുവാണെങ്കിൽ ഞാൻ ഇത്രയും കുഴിച്ചിട്ട് ഫുൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കെന്ന് വെച്ചാൽ നമുക്ക് ഇതിന് മാറ്റി നമുക്ക് ഇനി സാൻഡ് ബ്ലോക്ക് ആക്കാം. അതാണ് നെക്സ്റ്റ് പണി എന്ന് വെച്ചാൽ അങ്ങനെ റീപ്ലേസ് ചെയ്ത് പോയാൽ മതി ഗൈസ്. ഇത് പൊട്ടിക്കുക, സാൻഡ് വെക്കുക, പൊട്ടിക്കുക, സാൻഡ് വെക്കുക, പൊട്ടിക്കുക, സാൻഡ് വെക്കുക, പൊട്ടിക്കുക, സാൻഡ് വെക്കുക. അപ്പോൾ ഇങ്ങനെ ഫുള്ള് നമുക്ക് ചെറിയ ചെയ്താൽ മതി ഗൈസ്. അപ്പോൾ ഗൈസ് ഈ ലാസ്റ്റത്തെ ബ്ലോക്ക് കൂടെ വെച്ചാൽ നമ്മളിവിടെ ഫുള്ള് സാൻഡ് നിറച്ചിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ പൊട്ടിച്ച് റീപ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ ഗൈസ് ഇനി അവിടെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കുഴപ്പമില്ലെന്ന് തോന്നുന്നു, ഞാൻ നോക്കിയിട്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് സ്പാം ചെയ്ത് വെക്കണം, ഒരു ഔട്ട്ഫിറ്റ് കിട്ടാൻ വേണ്ടി. ഞാൻ ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട് ഗൈസ്. ഒന്ന് പറന്ന് നോക്കുവാണെങ്കിൽ അപ്പോൾ ഗൈസ് പറന്ന് നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഞാൻ ഒന്ന് പോയി കിടന്ന് ഉറങ്ങട്ടെ. അപ്പോൾ ഗൈസ് നമുക്കിനി വാട്ടർ ബക്കറ്റിൻ്റെ ആവശ്യമുണ്ട്. വാട്ടർ ബക്കറ്റ് ഇല്ല, ബക്കറ്റേ ഉള്ളൂ. ഇനി നമുക്ക് പോയി കുറച്ച് വാട്ടർ എടുത്തുകൊണ്ട് വരാം. ഈ ഫാമിൻ്റെ അവിടെ കുറച്ച് അൺലിമിറ്റഡ് വാട്ടർ ഫോഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് അങ്ങ് വാട്ടർ എടുത്തേക്കാം. ഇനി നമുക്ക് നേരെ നമ്മുടെ പോണ്ടിൻ്റെ അടുത്തോട്ട് പോവാം. അപ്പോൾ ഗൈസ് ഇനി എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഫസ്റ്റ് ഒരു വാട്ടർ ഒഴിക്കണം, എന്നിട്ട് അതിൻ്റെ തൊട്ടിപ്പുറത്തൊരു വാട്ടർ ഒഴിച്ചിട്ട് അപ്പോൾ അൺലിമിറ്റഡ് വാട്ടർ സോഴ്സ് ആവും. ഇനി ഇങ്ങനെ അങ്ങ് സ്പാം ചെയ്ത് പോയാൽ മതി ഗൈസ്. നമ്മൾ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വാട്ടർ കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ പിന്നെ 2 ബക്കറ്റ് വാട്ടർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലെയറിലോട്ട് വാട്ടർ ഒഴിച്ച് തുടങ്ങാം. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് വാട്ടർ ഒഴിച്ചാൽ മാത്രം മതി. അപ്പോൾ ഗൈസ് ഞാൻ അടുത്ത ലെയറും കൂടെ ഒന്ന് ഫുൾ ആകട്ടെ. രണ്ടാമത്തെ ലെയറും കൂടെ ഫുൾ വാട്ടർ ഒഴിച്ചിട്ടുണ്ട്. ഗൈസ് നമുക്ക് മൂന്നാമത്തെ ലെയറും കൂടെ വാട്ടർ നിറയ്ക്കാം. അപ്പോൾ ഗൈസ് നോക്കുവാണെങ്കിൽ നമ്മൾ ഇത്ര സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് ബോൺ വീൽ ചെയ്യണം. അപ്പോൾ ഗൈസ് ഇങ്ങനെ ഒന്ന് ബോൺ എടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് അടിച്ചാൽ മതി, ഫുള്ള് ബോൺ വീൽ ആയിക്കോളും. അപ്പോൾ ഗൈസ് നമുക്കിപ്പോൾ കുറച്ച് വലിയ ഗ്രാസ് ഒക്കെ വെച്ചേക്കാം. ഇങ്ങനെ നമുക്കൊന്ന് വേണ്ട സ്ഥലങ്ങളൊന്ന് സ്പാം ചെയ്ത് ബോൺ വീൽ ചെയ്താൽ മതി. ഒത്തിരി അങ്ങ് ഓവറാകാൻ പാടില്ല ഗൈസ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ മാത്രം ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ കണ്ടില്ല ഏകദേശം ഇങ്ങനെ ആയി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി ഓവർ അല്ലേ എന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ് നമുക്കിത് കുറച്ച് പൊട്ടിച്ച് കളഞ്ഞേക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ഏകദേശം ഇത്രയൊക്കെ മതിയെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ ഇത്ര സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ ഒരു കാര്യം പറഞ്ഞു പോയി, നമുക്കിനി ഇവിടെയും കൂടെ ഒന്ന് സാൻഡ് സ്പാം ചെയ്യണം. നമ്മൾ ഇത്രയും കൂടെ ഒന്ന് സാൻഡ് വെച്ച് സെറ്റ് ആക്കട്ടെ. അപ്പോൾ ഗൈസ് നോക്കുക, നമ്മൾ ഇത്ര ഒന്ന് സ്പാം ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. കുഴപ്പമില്ല, അത്യാവശ്യം സെറ്റ് ആയിട്ടുണ്ട്, വലിയ കുഴപ്പം എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഗൈസ് നമുക്ക് നോക്കുകയാണെങ്കിൽ സ്പ്രൂസിൻ്റെ കുറച്ച് സ്റ്റെയർ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് സ്ലാബ് എടുത്തിട്ടുണ്ട്, ഇതിൻ്റെ കുറച്ച് ട്രാപ്പ് ഡോർ എടുത്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സ്പ്രൂസിൻ്റെ ലോഗ് എടുത്തിട്ടുണ്ട്, കുറച്ച് ഈ ലോഗ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കോബിൾ സ്റ്റോൺ എടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് ബ്രിക്ക് എടുക്കാം, ബ്രിക്കിൻ്റെ ഇതൊക്കെ എടുക്കാം. നമുക്ക് എല്ലാം ഒന്ന് സ്പാം ചെയ്ത് കുറച്ചും കൂടെ സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഇത്ര സാധനം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അവിടെ കുറച്ചും കൂടെ ഡെക്കറേഷൻ കൊണ്ടുവരാം. അതിപ്പോൾ ഒരു പ്ലെയിൻ ആയിട്ടിരിക്കുന്ന പോലെ തോന്നുന്നു, അതിന് നമുക്കൊന്ന് മാറ്റിയെടുക്കണം.
നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഏരിയ നിന്ന് ബോൺവീൽ ചെയ്ത് വിടാം, എന്നാലേ അതിൻ്റെ ഒരു ഭംഗി കിട്ടത്തുള്ളൂ. ഉള്ള ബോൺവീൽ വെച്ച് നമുക്ക് ഇവിടെ നിന്ന് ബോൺവീൽ ചെയ്യാം. അല്ലെങ്കിൽ അത്ര സ്ഥലം ഫ്ലാറ്റ് ആയിട്ട് കിടക്കുന്നത് നമുക്ക്. അപ്പോൾ ഗൈസ് ഇത്ര നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് പറന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം കിടിലമായിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ബോൺവീൽ തന്നെ ചെയ്തപ്പോൾ അതിന് നമുക്ക് ഇവിടെ ഒന്ന് കുറച്ച് ചെയ്യണം. അപ്പോൾ ഗൈസ് ഇവിടെ നമുക്കൊന്ന് കുറച്ച് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ബോൺവീൽ ചെയ്യണ്ട, പകരം നമുക്കൊരു സ്റ്റെയർ വെച്ചേക്കാം. നമ്മുടെ ഇരിക്കുന്ന ഒരു ലോഗോ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ചെറിയ ഡെക്കറേഷന് വേണ്ടിയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിനുവേണ്ടി ആ സ്ലാബ് ഒന്ന് വെച്ചേക്കാം. ഒരു മോഡിഫിക്കേഷൻ, ഒരു ഡെക്കറേഷൻ കിട്ടും. ഇനി നമുക്ക് ഈ ബ്രിക്സ് എടുത്തിട്ട് കുറച്ചുകൂടെ സ്പാം ചെയ്യണം. കുറച്ച് മോക്സി ബ്രിക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ കുറച്ച് കോബ്രിസ്റ്റോൺ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് സ്പാം ചെയ്ത് ഇച്ചിരി ഡെക്കറേഷൻ കൊണ്ടുവരാം ഗൈസ്. പോണ്ടാക്കി എടുക്കേണ്ടതാണ് ഗൈസ്. നമുക്കിതിപ്പോൾ ഒരു ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് മാറ്റിയെടുക്കണം. പിന്നെ നമുക്ക് കുറച്ച് ഇടയ്ക്കൊക്കെ ബ്രിക്സും കൂടെ ആഡ് ചെയ്ത് ഡെക്കറേഷൻ കൂട്ടിവരാൻ നോക്കണം. കോബ്രിസ്റ്റോൺ ഒരു കട്ട പൊക്കി, എന്നിട്ട് ഇവിടുന്ന് 2 കട്ട കൂടെ പൊക്കി വെച്ചേക്കാം. ഇതിപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ്? ഇത് കൊള്ളാം? അല്ല വേണ്ട ഗൈസ്, ഇത് നമുക്ക് ഇവിടുന്ന് മാറ്റിയിട്ട് ഇതെടുത്ത് ഇവിടെ വെച്ചാലോ? ഇതൊന്നുണ്ട് ഗൈസ്. ഇതൊക്കെ ഒരു ഡെക്കറേഷൻ്റെ ഭാഗമാണ് ഗൈസ്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് സാൻഡൊക്കെ റീപ്ലേസ് ചെയ്ത് ഇവിടെ കോബ്രിസ്റ്റോണും ബ്രിക്സൊക്കെ വെച്ച് ഒരു ലെയർ ഉണ്ടാക്കി വെച്ചേക്കാം. അപ്പോൾ ഗൈസ് ഈ സാൻഡ് വന്ന് ഇച്ചിരി ബോറാകാൻ ചെറിയൊരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ സാൻഡ് ഒന്ന് റീപ്ലേസ് ചെയ്തിട്ട് തിരിച്ച് നമ്മുടെ ഡെർട്ട് തന്നെ ഒന്ന് ആക്കി നോക്കട്ടെ. അപ്പോൾ ഗൈസ് ഇത്ര നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് ഡെക്കറേഷൻ കൂടെ വരുത്താം. അപ്പോൾ നമുക്ക് മറ്റേ ഈ ഫ്ലവറിങ് അസല്ല എന്നൊരു സാധനമുണ്ട്, അതും കൂടെ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വെക്കാം. ഇവിടെ വെച്ചാൽ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് അത് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ലീവ്സ് ഒക്കെ കൊണ്ടുവന്ന് കുറച്ചും കൂടെ ഡെക്കറേഷൻ ചെയ്യാൻ പറ്റും. ഞാൻ ലീവ്സിൻ്റെ കാര്യം മറന്നുപോയി ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് കുറച്ച് ലീവ്സും കൂടെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് സ്പാം ചെയ്യാം. അത് ഒത്തിരി ആകാൻ പാടില്ല. ഇവിടെ നമുക്ക് കുറച്ച് ഇത് വെച്ചേക്കാം. ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറന്ന് നോക്കാം. ഗൈസ് പറന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കുഴപ്പമില്ല ഗൈസ്, ഏകദേശം കുറച്ച് കിടിലമായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ ഇത്രയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫുള്ളൊന്ന് ഗ്രാസ് ആയി കിടക്കുന്നുണ്ട്. അത് മാറ്റിയെടുക്കാൻ ഞാനിവിടെ കുറച്ച് നമ്മുടെ റൂട്ടഡ് ഡെർട്ടും ഉണ്ട്, നമ്മുടെ കോട്സ് ഡെർട്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഒന്നിടയ്ക്ക് ഒന്ന് സ്പാം ചെയ്ത് വെക്കാം. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ഇവിടെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് ഇതൊന്ന് സ്പാം ചെയ്ത് വെച്ചേക്കാം. കോട്സ് ഡെർട്ട് നമ്മുടെ ടഫ് ബ്ലോക്കും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് കുറച്ച് സ്പാം ചെയ്ത് അവിടെ ഇവിടെ ഒന്ന് വെച്ചേക്കാം. ഗൈസ് നമുക്ക് ഇനി ഇവിടുത്തെയും കൂടെ ഒന്ന് കുറച്ച് ഇടയ്ക്കും കൂടെ ഒന്ന് ഇച്ചിരി ഇതാക്കി കൊടുക്കാം. ഇനി കുറവുള്ളിടം നോക്കി നമുക്ക് കുറച്ചുകൊണ്ട് ആക്കി കൊടുക്കാം. ഇവിടെ കുറച്ച് ഇതാക്കി വെക്കാം. ഗൈസ് എൻ്റെ ഇനി കുറച്ച് ടഫ് ബ്ലോക്ക് കൂടെ ഉണ്ട്, അത് നമുക്ക് ഇനി ഇവിടെ എവിടെയെങ്കിലും ഒന്ന് റീപ്ലേസ് ചെയ്യണം. ഉള്ളോ അപ്പോൾ ഗൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത്ര സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കിടിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ കുറച്ച് ലാൻഡിനും കൂടെ വെച്ച് കുറച്ച് വെട്ടം കൊണ്ടുവരാൻ നോക്കാം. നമ്മുടെ ഇവിടെ ബെഡിൽ കുറച്ച് വെട്ടം കുറവായിരിക്കും. നമുക്ക് ചില സ്ഥലത്ത് ഈ ലാൻഡിനും കൂടെ കുറച്ച് വെക്കുകയാണെങ്കിൽ നല്ലപോലെ വെട്ടം കിട്ടിയേനെ. അപ്പോൾ ഗൈസ് പറന്ന് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മുടെ പോകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ആർമർ സ്റ്റാൻഡ് വെച്ചുള്ള പണിയാണ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടെ ഒന്നും വെച്ചേക്കാം. ഇവിടെ ഒരു തന്നെ ഇരിക്കുന്നതായിട്ട് സെറ്റ് ചെയ്യാം. ഇവനെ ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഇരിക്കുന്നതായിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇവന് നമ്മുടെ ആർമർ അങ്ങ് ഇട്ട് കൊടുത്തേക്കാം. ബൂട്ട്, ലെഗിൻസ്, ചെസ്റ്റ് പ്ലേറ്റ്. അപ്പോൾ നമുക്ക് ഇവന് ഹെഡും കൂടെ കൊടുത്തേക്കാം. ഓക്കെ നമുക്ക് ഇവന് നമ്മുടെ ഹെഡും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവന് ആംസ് ഓൺ ആക്കി വെക്കാം. ബേസ് പ്ലേറ്റ് ഓഫ് ആക്കി. അപ്പം ബേസ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ആ പ്ലേറ്റ് അങ്ങ് ഓഫ് ആയി പോകും. ഇനി നമുക്ക് നല്ല ഞാൻ പോസ് ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഒരുത്തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവനിവിടെ നിന്ന് ഫിഷ് കഴിക്കുന്നത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇത് കുഴപ്പമില്ല. ഇനി നമുക്ക് അടുത്തവനെ ഏകദേശം ഇവിടെ നമുക്ക് നമ്മുടെ ആർമർ സ്റ്റാൻഡ് വെച്ചിട്ട് ഇവൻ്റെ ആർമർ ഇട്ട് കൊടുത്തേക്കാം. നമ്മുടെ ഹെഡും കൊടുത്തിട്ടുണ്ട്. ഇവൻ്റെ കൈ ഞാൻ കൊടുക്കാൻ പോകുന്ന ഫിഷിംഗ് റോഡാണ്. അപ്പം ഫിഷ് ചെയ്യുന്ന രീതി സെറ്റ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതും കൂടെ ഞാൻ സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ രണ്ടാമത്തെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മീൻ പിടിക്കുന്ന പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പറ്റുവാണെങ്കിൽ ഇതിനകത്ത് കുറച്ച് മീനെ കൊണ്ടുവരണമെന്നുണ്ട് ഗൈസ്. ഇവിടെ ഒരു കുട്ടി സ്റ്റോറി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവനോട് മീൻ പിടിക്കും, അവനിരുന്ന് തിന്നും. ഇവന്മാരിവിടെ നിന്ന് ചില്ലിയാണ്, അതാണ് നമ്മളിവിടെ സ്റ്റോറി ഉദ്ദേശിച്ചേക്കുന്നത്. ഇനി ഇവിടെ എന്തെങ്കിലും അപ്ഗ്രേഡ് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഗൈസ് ഇവിടെ നമുക്കൊരു നമുക്ക് അത്യാവശ്യം കേവ് ഉള്ളൊരു ഏരിയയാണ് നമ്മുടെ ഇതെന്ന് വെച്ചാൽ. അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വലിയൊരു കേവ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ബിൽഡ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇവിടെ എന്തെങ്കിലും എനിക്കൊരു ബിൽഡ് കൊണ്ടുവരണം.